ഇത്തയുടെ കെട്ടുവള്ളി എവിടാ ഇടുന്നത്? എത്രയിലാ പഠിക്കുന്നത്? പറ. ഹെബ്രോൻ സഭയിൽ വന്നിട്ട് എത്ര നാളായി? മിണ്ടുന്നില്ലല്ലോ. പ്രാർത്ഥിച്ച് തുടങ്ങാൻ അറിയാൻ മേല, പ്രാർത്ഥിച്ച് നിർത്താൻ അറിയാൻ മേല, ചുരുക്കമായിട്ട് ചെയ്യാൻ അറിയാൻ മേല, ദീർഘമായിട്ട് ചെയ്യാൻ അറിയാൻ മേല, സന്ദർഭോചിതമായിട്ട് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല, പരിജ്ഞാനത്തോടെ പ്രാർത്ഥിക്കാൻ അറിയത്തില്ല. മിണ്ടുന്നില്ലല്ലോ, മിണ്ടുന്നില്ലല്ലോ. ശീലിപ്പിക്കുക, എപ്പോഴും ശീലിപ്പിക്കുക. സ്തോത്രം. പൗലോസ് പറഞ്ഞൊരു വാക്യം നിങ്ങൾക്കറിയാം, കാലം നോക്കിയാൽ നിങ്ങളല്ല ഇപ്പം ഉപദേഷ്ടാക്കന്മാർ ആയിട്ടിരിക്കേണ്ടതാ. പക്ഷേ ഇപ്പോഴും നിങ്ങൾക്ക് നിപ്പിളും കുപ്പിയായിട്ട് നടക്കുക, കുടിച്ചാട്ട്. ഇപ്പോഴും സഭായത്തിന് നിപ്പിളും കുപ്പിയായിട്ട്, അല്ല അതൊരു ഗ്ലാസ്സിലോട്ട് എടുത്ത് കുടിക്കാൻ. സ്തോത്രം. ഞാൻ എബ്രഹീമിനെ നടക്കാൻ ശീലിപ്പിക്കുക. അപ്പൊ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ മുടന്തുണ്ടായിരുന്നെന്ന, ആ മുടന്തുള്ളത് കൊണ്ട് നടക്കാൻ ഇങ്ങനെ ശീലിപ്പിച്ചു. നമുക്ക് ഈ അവസരവും സാഹചര്യവും കിട്ടുമ്പോൾ കയറിപ്പോകണം. എപ്പോഴും കിട്ടുകയല്ല, എപ്പോഴും കിട്ടത്തില്ല. ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കിയാ പറഞ്ഞത്. ഒരു യോഗത്തിൻ്റെ ഒരാൾ ശുശ്രൂഷയ്ക്ക് വിളിച്ചു. എന്ത് വിഷയമാണെങ്കിലും പോയി ശുശ്രൂഷിച്ചോണം. അതിൽ വിശ്വസ്തരെന്ന് കണ്ടാലേ അടുത്തടുത്ത് ദൈവം അയക്കുള്ളൂ. അന്നേരം യോഗത്തിന് വിളിച്ചപ്പോൾ, അയ്യോ എനിക്കിന്ന് വരാനൊക്കത്തില്ല, അതിന് എൻ്റെ ഭാര്യയുടെ അനിയത്തിയൊക്കെ പിന്നെ ഹൈദരാബാദിൽ നിന്ന് വരുന്നു. അപ്പം റെയിൽവേ സ്റ്റേഷനിൽ ചെന്നവരെ ഭാര്യയുടെ അനിയത്തി വരുന്നതിന് നീ എന്തിനാ അവിടെ പമ്മിയിക്കുന്നത്? നിന്നെ ഇപ്പോൾ ശുശ്രൂഷ ചെയ്താൽ പോരെ? അല്ലെങ്കിൽ ഒരു മരണമുണ്ടായി, അത് ന്യായമാണ്. അതേ, ഒത്തിരി പെട്ടിയുണ്ട്. അവൾ നേരത്തെ വിളിച്ച് പറഞ്ഞ് പെട്ടിയല്ല ചുമക്കാൻ. അവൻ ചുമട്ടുകാരനായിട്ട് പോയിട്ട് അവിടെ നിൽക്കുക. നിങ്ങൾ ചോദിക്കുന്ന ആരുടെ കാര്യമാണ്? നടന്ന കാര്യമായി പറയുന്നത്. ആരാന്നിപ്പോൾ ചോദിക്കണ്ട. ഇവിടെ ഉള്ളവരുടെ കാര്യവും അല്ല. പിന്നെ ഇവിടെ ഉള്ളവർക്ക് ആർക്കെങ്കിലും അങ്ങനെ അനുഭവം ഉണ്ടാകുന്നെങ്കിൽ നിങ്ങൾ ഏറ്റെടുത്തു, സമയമുണ്ടല്ലോ. എപ്പോഴും അവസരം കിട്ടുകയില്ല. കിട്ടുന്ന അവസരം നന്നായിട്ട് ഉപയോഗിക്കണം. ഒരു പാട്ട് പാടാൻ അവസരം കിട്ടുമ്പോൾ നന്നായിട്ട് പാടിക്കണം, കൃപയുണ്ടെങ്കിൽ. സ്തോത്രം. ഒന്ന് പ്രാർത്ഥിക്കാൻ സന്ദർഭം ലഭിച്ചാൽ നന്നായിട്ട് പ്രാർത്ഥിച്ചോണം. 10 മിനിറ്റ് തിരുവചനം സംസാരിക്കാൻ അവസരം ലഭിച്ചാൽ നന്നായിട്ട് തിരുവചനം സംസാരിച്ചോണം. ഒരു ശുശ്രൂഷ ലീഡ് ചെയ്യുവാൻ ഒരവസരം ലഭിക്കുമ്പോൾ നന്നായിട്ട് ലീഡ് ചെയ്യണം. ഒരു പരസ്യത്തിന് പ്രസംഗിക്കാൻ സന്ദർഭം ലഭിച്ചാൽ നന്നായിട്ട് വാക്യം പറഞ്ഞോണം. പ്രസംഗം മെച്ചമല്ലെങ്കിൽ വാക്യമെങ്കിലും പറഞ്ഞോണം. ലഭിക്കുന്ന അവസരം നഷ്ടപ്പെടുത്തി കളയരുത്. കാലമേറെ ചൊല്ലുവാനില്ല, നാളെയെന്നത് നിനക്കുള്ളതല്ല. കാലമേറെ ചൊല്ലുവാൻ ഓ കാലത്തികവിൽ കാന്തൻ വന്നിടൂ, കാത്തിരിക്ക നിശൂലമിയാള്. കാലത്തികവിൽ കാന്തൻ വന്നിടൂ, കാത്തിരിക്ക നിശൂലമി. അപ്പൊ ശ്രദ്ധിക്കുക, എപ്പോഴും അവസരം കിട്ടിയെന്ന് വരികയല്ല. ലഭിക്കുന്ന അവസരം നന്നായിട്ട് ഉപയോഗിച്ചോണം. ആട്ടാ ഭാഗം വിടുക. അപ്പോൾ എബ്രഹീം അമ്മയുടെ ഉദരത്ത് വെച്ച് തന്നെ മുടന്നുണ്ടായിരുന്നെന്ന്. അപ്പൊ ചരിത്രം പറയുന്നത് യോസേഫ് ഈ മുടന്നുള്ള കൊച്ചിനെ ഉയർത്തി വെച്ച് പറഞ്ഞ്, കർത്താവ് ഇതിന് അപാകത കൊണ്ട്, ബലഹീനത കൊണ്ട്, മുടന്തുണ്ട്, ന്യൂനത കൊണ്ട് നീ ഇതിനെ വർദ്ധിപ്പിച്ചു തരണം. ഈ പ്രാർത്ഥന സ്വർഗത്തിലെ ദൈവം കേട്ടു. ഇനി ഓടിച്ചു പോകാം. സ്വർഗത്തിലെ ദൈവം ഈ പ്രാർത്ഥന കേട്ടു. വർഷങ്ങൾ കഴിഞ്ഞു. ഏതാണ്ട് എബ്രഹീം ജനിച്ചിട്ട് 10-18 വർഷത്തോളം കഴിഞ്ഞെന്ന എന്തുവാകട്ടെ, വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ യോസേഫിന്റെ അപ്പനാകുന്ന ഗോത്രപിതാവാകുന്ന യാക്കോബ് മരിക്കാറായി. യാക്കോബ് മരിക്കുന്നതിന് മുമ്പ്
തൻ്റെ തലമുറകളെയെല്ലാം വിളിച്ച് അനുഗ്രഹിക്കുന്ന ഒരു ഭാഗമാണ് ഉൽപ്പത്തി 48-ാം അധ്യായം. ആ 48-ാം അധ്യായത്തിന്റെ പ്രാരംഭ വാക്യങ്ങൾ വായിച്ചേ. അപ്പൊ ശ്രദ്ധിക്കുക, ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായത്തിൽ ഗോത്രപിതാവാകുന്ന യാക്കോബ് തന്റെ തലമുറകളെയെല്ലാം കൂടെ ഭാവികാലം സംബന്ധിച്ച് അനുഗ്രഹ വചസ്സുകൾ, അവരുടെ സ്ഥിതിയും നിലയും നിലപാടും സ്വഭാവവും രീതി ചിട്ടയും നിഷ്ഠയൊക്കെ മനസ്സിലാക്കി ആത്മക്കണ്ണ് ദർശിച്ച് യാക്കോബ് അവരോട് പറയുന്ന ഭാഗമാണ്, ഭാവി പ്രവചനമാണ് ഉൽപ്പത്തി 49-ാം അധ്യായത്തിൽ. അപ്പോൾ തന്നെ താൻ ജനിപ്പിക്കാത്ത തന്റെ മകനാകുന്ന യോസേപ്പിനാൽ ജന്മമെടുത്ത 2 പിള്ളേരെ പേര് ചൊല്ലി പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ഇങ്ങോട്ട് കയറ്റുന്ന എന്ന് പറഞ്ഞാൽ, ആത്മീക ഭാഷയെ പറഞ്ഞാൽ ദത്തെടുപ്പിന്റെ അധ്യായമാണ് ഉൽപ്പത്തി 48. ദത്തെടുപ്പ്. യോസേപ്പിന്റെ പിള്ളേരെ ഈ ഗോത്രത്തിലേക്ക് പേര് ചാർത്തി കയറ്റുക. അപ്പോൾ യാക്കോബ് മരിക്കാറായപ്പോൾ യാക്കോബിനൊരു ആഗ്രഹം. ഈ 48-ാം അധ്യായത്തിൽ 1-2 പാഠങ്ങൾ അതേ ഇന്ന് പറയുന്നുള്ളൂ, ബാക്കി പിന്നീട്. 48-ാം അധ്യായത്തിലെ 1-ാമത്തെ പാഠം, പിതാക്കന്മാർക്കെല്ലാം മരണസമയത്തെ പറ്റി ഒരു ധാരണയുണ്ട്. മരിക്കുന്നതിന് മുമ്പ് അവർ ചില കാര്യങ്ങൾ ചെയ്തായി മരിച്ചത്. നമുക്കറിയാമല്ലോ, അബ്രഹാം മരിക്കുന്നതിന് മുമ്പ് തൻ്റെ ആഗ്രഹമായിരുന്നു ഇസഹാക്കിന് ഒരു വധുവിനെ കണ്ടെത്തണം. റിബേക്ക 23, സാറ 23-ൽ മരിച്ചു, അമ്മയില്ല. അപ്പോൾ അപ്പനാകുന്ന ഇസഹാക്കിന്റെ അബ്രഹാമിന്റെ ആഗ്രഹം, ഭാര്യ മരിച്ചു, മകന് പ്രായമായി, അവനൊരു പെൺകുട്ടിയെ തിരഞ്ഞെടുക്കണം. മാതാപിതാക്കളുടെ കടമയാ മക്കൾ പ്രായമാകുമ്പോൾ അവരെ വിവാഹം കഴിപ്പിക്കുക എന്നുള്ളത്. നാട്ടു നടപ്പും കീഴ്വഴക്കോ വേറെ പുസ്തകത്തിലെ പ്രമാണമൊക്കെ അനുസരിച്ച് അവർക്ക് തക്കതായ തുണയെ ഒരുക്കി കൊടുക്കണം. അപ്പം പിന്നെ ഒരുക്കി കൊടുക്കേണ്ട പിള്ളേർ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഫേസ്ബുക്കിൽ കൂടെയും ഇല്ല അതിലെ കൂടെ എല്ലാം കൂടെ പിള്ളേർ തന്നെ ആർക്കൊന്നും അറിയാൻ മേല അല്ലേ, റബറും കാ പൊട്ടി വന്നതുപോലെ വന്നതാ ഫേസ്ബുക്കോ. അതെങ്ങനെ ഇരിക്കും, ഒന്നും അറിയാം. ഇതിപ്പോൾ കണ്ട ഇപ്പൊ പിള്ളേർ തന്നെ എല്ലാം കണ്ടും കേട്ടും അവർ തന്നെ എല്ലാം ക്രമീകരിച്ച് വെച്ചിരിക്കുക. പിടിവാശിയുള്ള പിള്ളേരും ഉണ്ട്, അപാകതയും വന്നിട്ടുണ്ട്. എന്നാൽ മാതാപിതാക്കൾക്കൊരു കർത്തവ്യമുണ്ട്. മക്കൾ പ്രായമായി കഴിഞ്ഞാൽ അവർക്ക് തക്ക തുണയെ ഒരുക്കി കൊടുക്കുക. അതിന് യത്നിക്കണം, പ്രവർത്തിക്കണം, ആഗ്രഹിക്കണം, എല്ലാത്തിലുപരി പ്രാർത്ഥിക്കണം, കണ്ടെത്തണം. വേണ്ടേ? ഇവിടെ ആരും മിണ്ടുന്നില്ലല്ലോ. പക്ഷേ നമ്മളത് തിരക്കൊന്നും വേണ്ട, പിള്ളേരതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. അവനൊരു അഫെയറുണ്ട്. അവക്കും ഒരു അഫെയർ എന്നല്ലേ പറയുന്നത്? ഇംഗ്ലീഷ് പറഞ്ഞ് തെറ്റിയോ? അവരീടെ ബീച്ചിൽ നിൽക്കുന്നൊരു ഫോട്ടോ മനസ്സിലാകുന്നില്ലായിരിക്കും. മാതാപിതാക്കൾക്കൊരു കടമയുണ്ട്. മക്കൾ അബ്രഹാമിന്റെ കടമ കണ്ടോ? ഇസഹാക്കിനൊരു വധു വേണം. തൻ്റെ ദാസനെ വിളിച്ചേച്ച് പറഞ്ഞു, ഇവിടെ നിങ്ങൾ എടുക്കുകയും ചെയ്യരുത്, എൻ്റെ ചാർച്ചയിൽ നിന്ന് എടുത്തോണം. മരിക്കുന്നതിന് മുമ്പ് അബ്രഹാം അത് ക്രമീകരിച്ചേച്ച. അടുത്ത അധ്യായത്തിൽ അബ്രഹാം മരിക്കുന്നതിന് മുന്നേ പിതാക്കന്മാർക്ക് അങ്ങനെ. ഇതുപോലെ തന്നെ ഇസഹാക്ക് മരിക്കുന്നതിന് മുന്നേ തൻ്റെ ഇഷ്ടപുത്രനാകുന്ന യേശാവിനെ ഒന്ന് അനുഗ്രഹിക്കണമെന്ന് താല്പര്യമുണ്ട്. കഴിച്ചേച്ച് ഒന്ന് അനുഗ്രഹിക്കണം. അതും ഒരു നല്ല രീതിയാണ്. കഴിച്ചു കഴിഞ്ഞ് പ്രാർത്ഥിച്ചാൽ കുറച്ചുകൂടി എഫക്റ്റ് ആണെന്ന എൻ്റെ വാദം. ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നത് വേറൊരു സബ്ജക്റ്റ്. എന്നാലും ഭക്ഷണമൊക്കെ കഴിക്കുകയും അല്ലെ ഇത് കഴിഞ്ഞാന്നേലും കൊടുക്കുകയൊക്കെ ചെയ്ത ഒരു അനുഗ്രഹമാണ്. അതെ, ചിലർ ദാഹവെള്ളം പോലും കൊടുക്കാത്ത ആൾക്കാർ
ഉണ്ട്, ഇല്ലെന്നാ പറയുന്നത്. മിക്കവാറും കാണുകയല്ല. എവിടെ ഒരു കല്യാണം ഉണ്ടെന്ന് പറയട്ടെ, പുതിയ ഡ്രസ്സ് വന്നാലും എടുക്കും, വണ്ടിയും പിടിക്കും, 2 ദിവസം മുമ്പേ ഒത്തെങ്കിൽ. ആത്മീക വിഷയങ്ങൾക്ക് മാത്രം. നിങ്ങൾ ചിലരെ ശ്രദ്ധിച്ചേ, അവർക്കെല്ലാത്തിനും കാശുണ്ട്, ബൈബിൾ മേടിക്കാൻ കാശില്ല. ഒരു ബൈബിൾ തരാമോ? പക്ഷേ ബൈബിൾ വല്ലതും ഇരിപ്പുണ്ടോ? നിനക്ക് അടിക്കുന്നുണ്ടല്ലോ, എന്തുവാ സ്പ്രേ, അത് മേടിക്കാൻ നിനക്ക് കാശുണ്ട്. നിനക്ക് ബ്യൂട്ടി പാർലറിൽ പോകാൻ കാശുണ്ട്. നീ പിരിയം അതിനിങ്ങനെ ഇങ്ങനെ ചെയ്യുന്നതിന് എന്നാ പറയുന്നത്? പിരിയം. ഞാൻ പറഞ്ഞാൽ തെറ്റും. അതിന് നിനക്ക് കാശുണ്ട്. നിനക്ക് കടപ്പുറത്തെല്ലാം കാച്ചട്ട ഇട്ടുകൊണ്ട് മേളാങ്കിക്കാൻ പറ, കാശ് നിനക്കുണ്ട്. കാലിലെ ചെരുപ്പിനൊരു കളറ്, ചുരിദാർ അല്ലെങ്കിൽ പാൻറ് അതിനൊരു കളറ്, ഷർട്ട് അല്ലെങ്കിൽ ചുരിദാറിന്റെ മേളിൽ ഇടുന്നതിന് എന്നാ പറയുന്നേ? ഷാളോ ഷീളോ എന്തേലും ആയിക്കോട്ടെ. കുത്തുന്ന സ്ലൈഡും സെയിം. എത്ര കട കയറിയാണ് ഈ സ്ലൈഡ് ഉണ്ടാക്കിയത്? കൊട, ബാഗ്, അതെല്ലാം ആവശ്യമാ, തെറ്റാന്നല്ല. സ്ലൈഡ്, വാച്ചിന്റെ ഇതല്ല, എന്താ ഇല്ല, ഞാൻ പറഞ്ഞ തെറ്റു അതാ. ലെതറിന്റെ ഇതെല്ലാം സെയിം കളറ്. എത്ര കടയിൽ കയറി എത്ര. ഇപ്പൊ പിന്നെ കടയിൽ കയറണ്ടില്ല, അടിച്ച് കുന്തത്തിനകത്ത് നോക്കുമ്പോ കാണുക ആമസോണ് എന്തുവാ ആയിക്കോട്ടെ, നോക്കുമ്പോ അത് വരുത്തുക. എടാ, നിനക്കൊരു ബൈബിൾ മേടിക്കാൻ കാശില്ലേ? എന്നിട്ട് ബൈബിളിന് കിടന്ന് തെണ്ടുക. ഒരു ബൈബിൾ തരാമോ? പക്ഷെ കുമ്പനാട്ട് വല്ലതും പോകുന്നുണ്ടോ? കുമ്പനാട്ടല്ല, എടാ കോഴിക്കോട് പോകുന്നുണ്ട്. നീ രക്ഷപ്പെടത്തില്ല. CK ദാനിയേല്, മൺമറഞ്ഞ CK ദാനിയേല് പറഞ്ഞതുപോലെ ഒന്നുകൂടെ പറഞ്ഞു, ഗുണമാകുകയില്ല എന്ന് പ്രസ്താവിച്ചു കൊള്ളുന്നു. നിനക്ക് ബാക്കി എല്ലാത്തിനും കാശുണ്ട്. ചൗ മേടിച്ച് തിന്നാനും കാശ്, ഏട്ടക്കൂരിയുടെ തല വെട്ടി അറിഞ്ഞു തിന്നാനും. അച്ചായന് തലക്കറിയാ ഇഷ്ടം, ബൈബിള് മാത്രം മേടിക്കാൻ. ഇങ്ങനാണെങ്കിൽ ബൈബിൾ ക്ലാസ് മുമ്പോട്ട് പോകാതിരിക്കുന്നതായിരിക്കും നല്ലതെന്ന ചിലരുടെ ചിന്ത. സ്തോത്രം. ഇതെല്ലാം ദൈവം തമ്പുരാൻ കണ്ടുകൊണ്ടിരിക്കുക. ചിലരുടെ ബൈബിൾ നോക്കിയാൽ ദൈവത്തെ പോലെ ഉൽപ്പത്തി പുസ്തകവും ഇല്ല, വെളിപ്പാട് പുസ്തകവും ഇല്ല. കാരണം ദൈവം അങ്ങനല്ലേ, ആദി ഉൽപ്പത്തി 1, 2 ഇല്ല, വെളിപ്പാട് 20, 21, 22 ഇല്ല. ചിലരുടെ പാട്ട് പുസ്തകം നോക്കി ആകാരാതി ഇല്ല. ആകാരാതി കണ്ടിട്ടില്ലേ? അതെന്തിയേ? എന്നിട്ട് പാട്ട് പാടുമ്പോ ഇങ്ങനെ തപ്പുക, പാമ്പര തപ്പം പോലെ. സ്തോത്രം. ദൈവത്തിന് മഹത്വം. ആത്മീക വിഷയങ്ങൾക്ക് പ്രാധാന്യം കൊടുക്ക്. അങ്ങനെ നീ കൊടുത്തേ, നീ അറിയാത്ത വഴിയും നന്മയും ദൈവം ഒരുക്കി തരും. വന്നതുകൊണ്ട് അങ്ങ് പറയുക. നമ്മുടെ ആൾക്കാർ മാത്രമാണല്ലോ ഇപ്പം ഇരിക്കുന്നത്. നിങ്ങൾ ചിലർ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്നറിയാം, അതുകൊണ്ട് ഓപ്പണായിട്ട് ഇത് പറയുകയും ചെയ്യണം. കൃത്യമായിട്ട് ദശാംശം കൊടുക്കാത്ത ആൾക്കാരുണ്ടല്ലോ, ഇങ്ങനെ കുമ്മി അടിച്ച് പോകുന്നല്ലാതെ. എനിക്ക് തരാനല്ല പറഞ്ഞത്, പിന്നെ എങ്ങനെ അഭിവൃദ്ധിപ്പെടും? സ്തോത്രം.
സ്തോത്രം. ഞായറാഴ്ച വന്ന് ഒപ്പന കാണിച്ചാലൊന്നും കാര്യം നടക്കുകയല്ല. ഒപ്പന യോ സ്തോത്രം. നിങ്ങൾക്ക് കിട്ടുന്നതിൻ്റെ പുതിയ നിയമത്തിൽ ദശാംശമല്ല, ഓഹരിയാ. അത് എൻ്റെ തരാനുമല്ല ഞാൻ പറഞ്ഞത്. ഞാൻ എൻ്റെ കയ്യിലുള്ളതും കൂടെ ലഭിക്കുന്നതനുസരിച്ച് പല നിലകളിൽ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുക. അത് നിങ്ങൾക്കും അറിയാം, എല്ലാവർക്കും അറിയാം. പക്ഷേ ആത്മീയ വിഷയങ്ങൾക്ക് കൃത്യത പാലിച്ചെങ്കിൽ അഭിവൃദ്ധി നന്മയുണ്ടാവും. സ്തോത്രം, സ്തോത്രം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോൾ പിതാക്കന്മാർക്കെല്ലാം മരിക്കുന്നതിന് മുമ്പ് ചില ആഗ്രഹങ്ങളാണ്. അബ്രഹാമിന് ഇസഹാക്കിന് ഒരു വധുവിനെ തിരഞ്ഞെടുക്കണം. ഇസഹാക്കിന് ഇഷ്ടപുത്രനാകുന്ന യേശാവിനെ ഒന്ന് അനുഗ്രഹിക്കണം. യാക്കോബിന് തൻ്റെ പിള്ളേരെ എല്ലാം ഭാവികാലം സംബന്ധിച്ച് പ്രവചനം പറഞ്ഞ് യോസേപ്പിൻ്റെ മക്കളെ പേര് പറഞ്ഞ് ചാർത്തി ദത്തെടുത്ത് ഗോത്രത്തിലോട്ട് കയറ്റണം. അതാണ് ഈ 48-ാം അധ്യായത്തിലെ പാഠം. ആ 40 ഓടിച്ചങ്ങ് പറഞ്ഞ് നിർത്താം. 48-ാം അധ്യായത്തിലെ 2ാമത്തെ പാഠം ഈ യാക്കോബിൻ്റെ ആദ്യജാത പദവിയിലേക്ക് യോസേപ്പിനെ കയറ്റി. പക്ഷേ ദുഃഖകരമായൊരു കാര്യം പറയാം. യാക്കോബ് യോസേപ്പിനെ ആദ്യജാത പദവിയിലോട്ട് ഇങ്ങോട്ട് കയറ്റിയപ്പം വളരെ ദുഃഖപൂർണമായൊരു കാര്യം യാക്കോബ് ഓർത്തു. തൻ്റെ ഇഷ്ടഭാര്യ റാഹേല് മരിച്ച കാര്യം ഒന്ന് അയവറക്കി. 48:7. എനിക്കറിയാം അവിടെ തെറ്റിക്കുമെന്ന്. അതിനാ ഞാൻ അല്ല, റോസ്ലി ആൻറ്റി തന്നെ വായിച്ചേ. ഞാൻ പത്തനിൽ നിന്ന് വരുമ്പോൾ. മറ്റെല്ലാ സ്ഥലത്തും പത്തനാരാവെന്ന. പക്ഷെ ഇവിടെ കൊടുത്തിരിക്കുന്നത് അവിടെ മാത്രമേ അത് കൊടുത്തിട്ടുള്ളൂ. അത് പിന്നീട് ഒരു അവസരം പറയാതെ എന്നാണ്. ഇനി വായിച്ചോ. ഞാൻ പത്തനിൽ നിന്ന് വരുമ്പോൾ കനാൻ ദേശത്ത് എഫ്രായത്തിലെത്തുവാൻ അല്പദൂരമുള്ളപ്പോൾ വഴിയിൽ വെച്ച് റാഹേല് ഇതിലെ ഒരു ആത്മീക പാഠം. യാക്കോബ് ഇത് മനോദുഃഖത്തോടെ, ഭാര്യയുടെ മരണം തന്നെ മനോദുഃഖത്തിലാക്കി അതൊന്നുകൂടെ അയവറക്കുക. അതിൻ്റെ കാരണവും കൂടെ പറയാം. ഇന്ന് അത് പറഞ്ഞങ്ങ് നിർത്താം. പിന്നെ ബാക്കി പിന്നീട് ഒരിക്കൽ നമുക്ക് ഷൂപ്പാസോടെ നിന്ന് നോക്കുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്കങ്ങ് നിർത്തിയേക്കാം. ഇതിനകത്തെ ഒരു ആത്മീക പാഠം പറയാം. യാക്കോബ് 48-ന്റെ ഉൽപ്പത്തി 42-ന്റെ തൻ്റെ ഭാര്യയുടെ മരണം അയവറക്കുന്നു. അതിൻ്റെ കാരണം പറയാം. തൻ്റെ ഈ ഇഷ്ടഭാര്യയാകുന്ന റാഹേലിൽ കൂടി ജനിച്ച കുട്ടിയാണ് യോസേപ്പ്. ആ യോസേപ്പിനെ ആദ്യജാത പദവിയിലോട്ട് ഇങ്ങോട്ട് കയറ്റുക. ആദ്യജാത പദവി. ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 5-ാം അധ്യായത്തിന്റെ 1 മുതൽ പഠിക്കുമ്പോൾ യോസേപ്പിനാണ് ആദ്യജാതന്റെ പദവി കൊടുത്തെന്ന് 2-ാം വാക്യം വായിച്ചേ. ദിനവൃത്താന്തം 1-ാം പുസ്തകം 5-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം. അടുത്തത് മതി. ജ്യേഷ്ഠാവകാശമോ യോസഫിന് ലഭിച്ചു. ഇത് ആർക്കാ ലഭിക്കേണ്ടത്? രൂപേന്. പക്ഷെ ഇപ്പൊ ലഭിച്ചത് ആർക്കാ? യോസഫിന്. ഇത് യാക്കോബ് ഈ 48-7 റാഹേലിന്റെ മരണം വീണ്ടും അയവറക്ക് ദുഃഖിക്കാൻ കാരണം യോസേപ്പിനെ ആദിജാത പദവിയിലേക്ക് കൊണ്ടുവന്നത് റാഹേലിന് കാണാൻ ഇടയായില്ല. മനസ്സിലായോ നിങ്ങൾക്ക്? ഈ കുടുംബത്തിൽ ഒരു വലിയ സംഭവം നടക്കുക. യോസേപ്പിനെ ആദിജാത പദവിയിലോട്ട് കൊണ്ടുവന്നു. പക്ഷേ ആ മഹനീയമായ ശുശ്രൂഷയും ആ മഹനീയമായ പദവിയും കാണാൻ റാഹേലിനിട വന്നില്ല. അതിൻ്റെ കാര്യം ഞാൻ മുമ്പ് സൂചിപ്പിച്ചതാ. 1 അഹങ്കാരിയായിരുന്നു, 2 പിടിവാശിക്കാരിയായിരുന്നു, 3 ചേട്ടത്തിയോട് എന്നും അസൂയ കൊള്ളിവെപ്പുമായിരുന്നു, 4
ഇവള് യാക്കോബിനെ ഭീഷണിപ്പെടുത്തി ആത്മഹത്യ ചെയ്യുമെന്നും പറഞ്ഞ്. 5 മരുക്കമില്ലാത്ത പശുക്കിടാവായിരുന്നു. 6 ആർക്കും കീഴ്പ്പെടാത്തവളാ. 7 കുടുംബത്തിൽ ഇവളാ ഭരണം നടത്തുന്നത്. 8 സുക്കോത്തിലോട്ട് പോകാൻ ഇവളായതിൻ്റെ തന്ത്രമെല്ലാം ആവിഷ്കരിച്ചെന്നാ. ഇനി ഒത്തിരി ഉണ്ട്. എന്തിനാ ഒത്തിരി? ഇത് മതിയല്ലോ. ഇതിനൊന്നും ക്രമീകരണം വരുത്താതെ പോയത് കൊണ്ട് തൻ്റെ മകൻ ആദിജാത പദവിയിൽ വന്നത് കാണുവാൻ ഇടയായില്ല. ഞാൻ ഭയത്തോടാ പറയുന്നത്. നമ്മുടെ വാക്ക്, പ്രവൃത്തി, സംസാരം എല്ലാം സൂക്ഷിക്കണം. ദൈവം നിനക്കും നിന്റെ സന്തതിക്കും പ്രത്യേക നന്മയൊരുക്കി വെച്ചിട്ടുണ്ട്. അത് നീ കാണണം. അത് കാണണമെങ്കിൽ ഞാനും നിങ്ങളും ക്രമീകരണത്തോടെ ജീവിച്ചോണം. ഇന്നത്തെ ആത്മീയ പാഠം ഇതാ. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം.